ഇനി നന്നാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ ചെയ്യാ? ഇത് വിട്ടോളൂ. ഇത് കൊണ്ടുപോയി വിറ്റോളൂ. എന്നേ ഇതിന്റെ പവിത്രത നഷ്ടപ്പെട്ടു. ഇനി എന്റെ കഴുത്തിൽ ഇതിനൊരു സ്ഥാനവുമില്ല. ചേട്ടനെങ്കിലും ഒരു ഉപകാരമാവട്ടെ. എന്താ ഇത്? ഇതിന്റെ പവിത്രത നിശ്ചയിക്കേണ്ടത് ഞാനാണ്. സ്വയം ഒരുവൾ ചീത്തയായാൽ നീ പറഞ്ഞ സത്യം, മറ്റൊരുത്തൻ മനഃപൂർവ്വം നശിപ്പിച്ചാൽ ഇതിന്റെ പവിത്രത എങ്ങനെ നഷ്ടപ്പെടും? ജാനകി, എനിക്കറിയാം നിന്റെ മനസ്സ്. ഇന്ന് ഞാൻ ടൗണിൽ പോയപ്പോ ഇത് കണ്ടു. ഇതിവിടെയും കിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വാങ്ങിച്ചു. അങ്ങിത് വാങ്ങണം. പക്ഷേ ഞാൻ അറിയാം, അങ്ങനെ ആരുടെ കയ്യിൽ നിന്നും അങ്ങൊന്നും വാങ്ങുന്നില്ലെന്നും എനിക്കറിയാം. നാട്ടുകാർ അങ്ങയെപ്പറ്റി ധാരാളം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഒരു അനുജൻ തന്നു എന്ന് കരുതി മാത്രം അങ്ങനെ സ്വീകരിക്കണം. ഇരിക്കൂ. വേണ്ട, ഞാൻ പിന്നീട് വന്ന് സാവകാശം കണ്ടോളാം. എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ലോറി കഴുകിയിട്ടില്ല. ഞാൻ വരട്ടെ. ചേട്ടാ ചായ. സാർ, ചായ കുടിച്ചിട്ട് പോവാ. കൊടുക്ക്. ഞാൻ വരട്ടെ. ഈ പത്രത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ എന്താ ഒരു പോംവഴി? എന്തെന്നാ കുഞ്ഞെ ഇത് കളിക്കാൻ വേണ്ട നേരം? സരസു, നീ എനിക്ക് കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് രാത്രി പറഞ്ഞു തരാം. തീർച്ച. സരസു, നീ എനിക്ക് കഥ പറഞ്ഞു തരുന്ന കാര്യം വിനോദിനോട് പറയല്ലേ. വിനോദ് എന്നെ തല്ലും. ഇല്ല കുഞ്ഞെ, ഞാൻ ആരോടും പറയില്ല. മിടുക്കി. ആ തോട്ടത്തിൽ നടന്നത് ശ്രദ്ധിച്ചു. ആ, അത് ഇതും തമ്മിൽ എന്താ ബന്ധം? ആ ചെറുക്കനെ കൊണ്ട് അവളെ കെട്ടിക്കണം. എന്തിന്? ഒരു കുട്ടി ഉണ്ടായി കിട്ടാൻ. ഈ സ്വത്തുക്കൾക്കെല്ലാം ഒരു അവകാശം ഉണ്ടായി കിട്ടാൻ. അഥവാ അവന് കുട്ടി ഉണ്ടായില്ലെങ്കിലോ? അത് പ്രശ്നമല്ല. അവൾക്ക് ഒരു കുട്ടി ഉണ്ടായാൽ മതി. ഓ, ഐ സി. അങ്ങനെ. സാറേ, എന്നെ രക്ഷിക്കണം സാറേ. എനിക്ക് മാപ്പ് തരണം സാറേ. എന്താണ് ചട്ടമ്പി കാലിൽ വന്ന് വീഴുന്നത്? എഴുന്നേക്കടാ. എന്റെ പൊന്ന് സാറേ, ഞാൻ എന്റെ ആശാന്റെ അടുത്ത് നിന്ന് വിട്ടു. എന്താ കാര്യം? അടി വാങ്ങിക്കുന്നവർ എനിക്ക് ഇഷ്ടമല്ല സാറേ. അടി കൊടുക്കുന്നവരുടെ കൂടെ ഞാൻ നിൽക്കാറുള്ളൂ. സാർ എന്നെ രക്ഷിക്കണം. ഓഹോ, എന്റെ കൂടെ നിന്നാൽ ഈ പഴയ ചട്ടമ്പിത്തരമൊന്നും കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി പാവങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചു എന്ന് കേട്ടാൽ ഇല്ല സാർ. പോയി നിന്റെ ഈ തെമ്മാടി വേഷവും മീശയൊക്കെ മാറ്റിയിട്ട് നാളെ വാ. മുതലാളി പറഞ്ഞത് കേട്ടില്ലേടി? കേട്ടു. എന്നാ കേട്ടതുപോലെ നടന്നു. ഇല്ലെങ്കിൽ
ഈ ചെമ്പൻ ചെല്ലപ്പന നിനക്കറിയാമല്ലോ. ചെമ്പ, നിനക്ക് ഞങ്ങളുണ്ട്. അഥവാ ഇവിടെ എതിർത്താൽ തട്ടിയരെ ഒരു ചുക്കും വരാൻ പോകുന്നില്ല. എന്റെ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്. ചെമ്പ, ബാക്കി കാര്യം ഞാൻ ഏറ്റുകൊള്ളാം. ബാലേട്ടാ, ബാലേട്ടാ, ബാലേട്ടനില്ലേ ഇവിടെ? ഇല്ല, മീറ്റിംഗിന് പോയിരിക്കുക. ചേച്ചിയോ? കുളിക്കാൻ പോയി. എന്നാ ഞാൻ പിന്നെ വരാം. ചേട്ടൻ എപ്പോ വരും? ഇരിക്കൂ. ആഹാ, കൊള്ളാമല്ലോ. ആണുങ്ങളില്ലാത്ത നേരം നോക്കി ഒരു ചെറുപ്പക്കാരൻ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ വന്നാൽ? അയ്യോ, ഞാൻ അതിനൊന്നും വന്നതല്ല. ബാലേട്ടനെ കാണാൻ വന്നതാണ്. ഞാൻ വരട്ടെ. ശല്യം വന്നിരിക്കുന്നു. നീ എന്ത് പണിയായി കാണിച്ചത്? ബാലേട്ടൻ അറിഞ്ഞ് എന്നെ വെച്ചേക്കില്ല. അല്ല, ആരാണ് അങ്ങേര്? അങ്ങേരോട് തന്നെ ചെന്ന് ചോദിക്കും. അതാ നല്ലത്. എടി, ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പായെങ്കിൽ അത് പറ. ശാരദേ, തമാശ കളിക്കരുത്. അപ്പോ അത് തന്നെ. ഏത്? അതെ, അസത്ത്. നാണം വേണ്ടേ? കുഞ്ഞെ, ഒന്നിങ്ങ് വന്നേ, ഇതൊന്ന് ഇട്ടു തരൂ. എന്തിനാ സരസു എന്നെ വിളിച്ചത്? അയ്യോ, കണ്ണിലൊരു കരട് പോയി, ഒന്ന് എടുത്തു തരൂ. എവിടെ നോക്കട്ടെ. അയ്യേ, നാണമാവും. വേഗം കൊടുക്ക്. എന്തിനാ അമ്മേ? എന്തിനാ അമ്മ എന്നെ തല്ലുന്നത്? എല്ലാവരും എന്നെയാണല്ലോ അടിക്കുന്നത്. കണ്ടോ സരസു ഇത്? സരസു, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല അല്ലേ? അല്ല, ഇത് തന്നെ കൂത്ത്. പാവമല്ലേ എന്ന് വിചാരിച്ചൊന്ന് സമ്മതിച്ചപ്പോ ഞാനായി തെറ്റുകാരി. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എടി പെണ്ണേ, നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? താൻ കുടിച്ചേച്ച് പോടോ, ആവശ്യമില്ലാതെ കാര്യം നോക്കാതെ. ശരി, ഞാൻ വിചാരിച്ചാൽ നിനക്ക് PUC വേണോ, MSc വേണോ, BSc വേണോ, അതോ SSLC വേണോ? എന്ത് ഡിഗ്രി വേണമെങ്കിലും ഞാൻ വായിച്ചുതരാം. യൂണിവേഴ്സിറ്റി എന്റേതാണ്. എന്റെ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്. എനിക്കൊരു ചുക്കും വേണ്ട. താൻ എന്നെ പാട്ടിൽ പോടൂ. അയ്യോ, നീ എന്നാണ് ചെയ്യുന്നത്? അയ്യോ, അയ്യോ, എന്നെ കൊല്ലല്ലേ. ഈ മണ്ഡലം അനാഥമായി പോകും. അയ്യോ, അല്ല, നേതാവെന്താ പൂച്ചയെ കണ്ട് എലിയെ പോലെ ഓടുന്നത്? എടാ, ഇതെന്റെ മണ്ഡലമാണ്. ഇവിടെ പലതും നടക്കും. നീ നിന്റെ കാര്യം നോക്കി പോടാ. സാർ, ഒരു 100 അടിച്ചിട്ട് പോ. അയ്യോ, ഞാൻ കുടിക്കാറില്ല. വന്ന സ്ഥിതിക്കൊന്ന് കേറിയിട്ട് പോണം. ശരി. നമസ്കാരം. നമസ്കാരം. ചേച്ചി, ഇതാണ് ബാലേട്ടൻ പറയാറുള്ള വേണുവേട്ടൻ. അയ്യോ, അത് സാറായിരുന്നോ? ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. സാരമില്ല, അറിയാതെ ഇല്ലേ. സാർ, ഈ മൃഗങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ജീവിക്കാൻ ഒക്കൂ. സാർ ഇരിക്കേ, ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം. ബാലേട്ടനെ കണ്ടിരുന്നു. എന്താ? അവിടെ ഒരാൾക്ക് പ്രത്യേക സൂക്കേട്. സൂക്കേടോ? ആർക്കെ? ബാലേട്ടനോ? അല്ല, ഇന്ദിരക്കേ. എന്തു പറ്റി? കണ്ണടച്ചാൽ ഒരു ലോറിക്കാരനെ മുന്നിലുണ്ടത്രേ. അയ്യോ, ഇതൊരു തരം വല്ലാത്ത സൂക്കേടാണല്ലോ കുഞ്ഞെ. എന്നിട്ട് ഞാൻ അങ്ങേരോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഏയ്, നിന്നോടാരാ ഇത് പറയാൻ പറഞ്ഞത്? മണ്ടി. എന്ത് ചെയ്യാനാ?
ഒരു രഹസ്യം എന്റെ മനസ്സിലിരിക്കൂല. നീ ആരോടും പറയില്ലെന്ന് സത്യം ചെയ്തിട്ട്. സത്യം ചെയ്തില്ലെങ്കിലേ നീ പറയില്ലെന്ന് എനിക്കറിയാം. എനിക്കിഷ്ടമായതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ബാലേട്ടനെങ്ങാനും ഇതറിഞ്ഞാൽ കെട്ടിച്ചു വിടും. അങ്ങേരുടെ ഭാരവും തീർന്നു, നിന്റെ മോഹം തീർന്നു.